എന്നാണ്? ചിക്കാഗോയിലാണ്. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു. 13 പേരായി. സിസ്റ്ററിന് അവിടെ സമയം ഒത്തിരി ലേറ്റ് അല്ലേ? ലേറ്റ് അല്ല, ഞാൻ ഇറ്റലിയിലാണ്. ഇവിടെ ഇപ്പം 4:30 ആകുന്നേ ഉള്ളൂ. അത്രേ ഉള്ളു അല്ലേ? ഓക്കെ. അച്ഛൻ ഗ്രൂപ്പിൽ കയറി. പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവളാണ് അമ്മ. ദൈവകൃപ നിറഞ്ഞവളാണ് അമ്മ. മറിയത്തിന്റെ പ്രത്യേകതയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, ദൈവകൃപ നിറഞ്ഞു, ദൈവകൃപയെ കൊണ്ടു നടന്നു, ദൈവകൃപയെ കൊടുത്തു. എലിസബത്തിന്റെ അടുത്തേക്ക് മറിയം പോയപ്പോ അമ്മയിൽ നിറഞ്ഞ ദൈവകൃപയാണ്, അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവാണ് മറിയത്തിന്റെ അഭിവാദ്യ സ്വരം കേട്ട ഉടനെ എലിസബത്തിലേക്ക് നിറഞ്ഞത്. അതായത് അമ്മയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് നിറയും. അപ്പോ ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ചോദിച്ചു പ്രാർത്ഥിക്കാം. അമ്മയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് അമ്മയെ സ്വീകരിച്ച ആത്മാവിന്റെ ഭാരം നമ്മളിലും നിറയാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലയോ പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിന്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭ മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. സിസ്റ്റർ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഇന്നത്തെ ക്ലാസ്സുകളെ കുറിച്ച് തരും. ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ആണ്. 5ാമത്തെ ചാപ്റ്റർ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. 6ാമത്തെ ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച 6ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമുക്ക് അത് വായിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ സിസ്റ്റർ പറയും. അതിനുശേഷം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഓരോ പാരഗ്രാഫ് വായിച്ചിട്ട് ആ പാരഗ്രാഫ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. എല്ലാവരും നിങ്ങളുടെ
വീഡിയോ ക്യാമറ ഓൺ ചെയ്യുക. ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, അതായത് അടുത്ത് കുട്ടികളുണ്ട്, വേറെ എന്തെങ്കിലും ശബ്ദമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഏതെങ്കിലും സ്ഥലത്തൊക്കെ എന്തെങ്കിലും ഒച്ചപ്പാടോ ബഹളോ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അത് മ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇനി എന്തെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കേൾക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾ ആ വ്യക്തി അത് അൺമ്യൂട്ട് ചെയ്യുക, അല്ലാതെ മ്യൂട്ട് ചെയ്യുക. ബാക്കിയുള്ളവരെ അൺമ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വെക്കണം നിർബന്ധവും ഇല്ല. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയുമ്പോൾ നമുക്ക് പരസ്പരം ഒന്ന് കാണാനും അല്ല സംസാരിക്കാനും പറയാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കുക, വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. ഇനി കുറച്ചുപേർ ഇനിയും വീഡിയോ ഓൺ ചെയ്യാത്തവരുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, ഇനി അത് ഓണാക്കി വെച്ചിട്ട് അവര് വീട്ടിൽ പോയോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അതായത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പണ്ട് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ പിള്ളേര് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് സംഭവം ഓണാക്കി വെക്കും. അപ്പൊ നമ്മൾ അറ്റൻഡൻസിൽ നമ്മൾ ഉണ്ടെന്ന് കാണിക്കും, എന്നിട്ട് വേറെ സൈഡ് ബിസിനസ്സിൽ പോകും. അപ്പൊ നമ്മൾ ഈ ഒരു മണിക്കൂർ നമ്മൾ വേറെ സൈഡ് ബിസിനസ്സിലൊന്നും പോകാതിരിക്കുക, 100% ഇവിടെ ഇരിക്കും. അപ്പൊ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. ഇനി നമ്മൾ വീഡിയോ ഓൺ ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുള്ളൂ. വീഡിയോ ഓൺ ചെയ്യാത്തവർ അറ്റൻഡൻസ് എടുത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സിസ്റ്റർ ഇൻട്രൊഡക്ഷൻ, 5ാമത്തെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. ഒരുപാട് ഭീഷണിയൊക്കെ കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്, ഭീഷണിപ്പെടുത്തി. അപ്പൊ ഈശോയ്ക്ക് സ്തുതി. ഇന്നത്തെ നമ്മുടെ ടൈറ്റില് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഉദാരതയെ കുറിച്ചുള്ള അറിവെന്നാണ്. ആ ഒരറിവ് നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല നമുക്ക്. കാരണം സെയിന്റ് അഗസ്റ്റിനോട് ചോദിച്ചില്ലേ, ഈ കടലിലെ വെള്ളം ഈ മറ്റേ എന്താണ് കക്ക കൊണ്ട് ചെറിയ കുഴിയിലേക്ക് ഒഴിക്കാനുള്ള ഒരു പരിശ്രമം മാത്രമായിരിക്കും നമ്മുടേത്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ആ ചെറിയ കുഴിയിലേക്ക് നമുക്ക് എന്തുമാത്രം പറ്റുമോ അതനുസരിച്ച് ദൈവം ഉദാരമായിട്ട് നമുക്ക് തരും. എനിക്ക് തോന്നുന്ന നമ്മൾ പറയാൻ പോകുന്ന വായിക്കാൻ പോകുന്ന ഈ ഒരു പാരഗ്രാഫിന്റെ ഫുൾ സമ്മറി ആയിട്ട് അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് ഇതിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അതായത് ദൈവത്തിന്റെ ഔദാര്യം എത്രത്തോളമാണെന്ന് ഈ ഒരൊറ്റ പാരഗ്രാഫിൽ ഏകദേശം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പോകാം. അതായത് പറയുന്നത് ഇങ്ങനെയാണ്, അവിടത്തോട് ചേർന്നിരിക്കാനും ആ ഉദാരത നമ്മളോട് കാണിക്കുന്ന ഉദാരത എത്രമാത്രമാണെന്ന് അവിടത്തോട് ചേർന്നിരിക്കാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് അവിടത്തോട് ചേർന്ന് യുക്തി വിചാരം, അതായത് റീസണിങ്, നമ്മുടെ യുക്തിയും ന്യായം എടുക്കലും ഒക്കെ അവിടത്തോട് ചേർന്ന് നടത്താൻ, നമ്മുടെ ബലഹീനതകളെ ദൈവത്തോട് വിവരിച്ച് കേൾപ്പിക്കാനായിട്ട് ഹൃദയം അവിടത്തേക്ക് സമർപ്പിക്കാനും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മാധുര്യം ആസ്വദിക്കാനും. ഇതൊക്കെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് ദൈവത്തിന്റെ ഉദാരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടത്തോട് നമ്മുടെ മുഴുവൻ ശക്തിയോടും, നമ്മൾ എപ്പോഴും പറയുമല്ലോ, ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ചിന്തകള്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഓർമ്മകള്, നമ്മുടെ യുക്തി ന്യായം, പിന്നെ നമ്മുടെ ബലഹീനതകള്, നമ്മുടെ ശരീരം, മനസ്സ്, എല്ലാത്തിനെയും ദൈവത്തിനോട് ചേർത്ത് വെച്ച് കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ടുള്ള ആഗ്രഹമാണ് ദൈവത്തിന്റെ ആ ഉദാരതയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്രയും ഉദാരതയോടുകൂടെ നമ്മളെ കേൾക്കാനായിട്ട്, നമ്മളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിനെ കുറിച്ചുള്ള ഉദാരതയെ കുറിച്ച് നമുക്ക് വായിച്ച് നമ്മുടെ ഇതിലേക്ക്, ഈ അധ്യായത്തിന്റെ വായനയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പാരഗ്രാഫ് ഇങ്ങനെ ചെയ്യാം. ഓരോ പാരഗ്രാഫ് ഓരോരുത്തർ വെച്ച് വായിക്കുക. അപ്പോൾ ഒരു പാരഗ്രാഫ് ഒരാൾ വായിക്കുന്നു, അത് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യുന്നു. അതിനുശേഷം അടുത്ത പാരഗ്രാഫ് വായിക്കുന്നു, അടുത്ത പാരഗ്രാഫ് അടുത്ത ആൾ വായിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ആളുകൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വായിച്ചു പോകാം. ജീവന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നിന്നും പ്രാർത്ഥനയിലൂടെയും ദൈവത്തെക്കുറിച്ചുള്ള വളരെ ഉയർന്നതും ആസ്വാദികരവുമായ അറിവ് സമ്പാദിക്കാനായി
പ്രകൃത്യ നന്മ മാത്രമല്ല, പ്രത്യുത അനന്ത ഉദാരനും അതിരുകളില്ലാത്ത സ്നേഹവും അതുല്യ ദയയും മാധുര്യവുമാർന്ന നന്മയുമായ കർത്താവിന്റെ മഹാ ഉദാരതയെ നാം പരിഗണിക്കണം. പുറപ്പാട് 33, സുഭാഷിതം 11. ജീവന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നിന്നും പ്രാർത്ഥനയിലൂടെയും ദൈവത്തെക്കുറിച്ചുള്ള വളരെ ഉയർന്ന ആസ്വാദ്യകരമായ അറിവ് സമ്പാദിക്കാനായിട്ട്, അതായത് ജീവന്റെ പുസ്തകത്തിൽ, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചു ജീവന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അപ്പൊ എന്താണ് ജീവന്റെ പുസ്തകം എന്ന് നമ്മൾ പഠിച്ചു. അതിപ്പോ നമ്മൾ ബൈബിൾ വായിക്കുന്ന പോലെ ഒരു പുസ്തകം എടുത്ത് വായിക്കലല്ല, മറിച്ച് ജീവന്റെ പുസ്തകം എന്ന് അർത്ഥമാക്കുന്ന എന്താണെന്നാ കഴിഞ്ഞ ദിവസം നമ്മൾ അത് ഓർക്കുന്നുണ്ടോ? ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ ജീവിതവും ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും ഇത് ധ്യാനിക്കലാണ്. ഇതിനെ നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കലിനെയാണ് ജീവന്റെ പുസ്തകത്തെ കുറിച്ചുള്ള വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവന്റെ പുസ്തകത്തോടുള്ള വായന ഉദ്ദേശിക്കുന്നത് എന്താ? അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് മറന്നു പോകാൻ പാടില്ലാത്ത അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ജീവന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതം, പ്രത്യേകിച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പീഡാസഹനം, മരണം, ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ്. അപ്പൊ വെറുതെ എങ്ങനെയാ അറിയുന്നത്? നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, നമ്മൾ പല ധ്യാന പ്രസംഗങ്ങളിലും കേട്ടിട്ടുണ്ട്, അങ്ങനെ നമുക്കറിയാം. ആ അറിവല്ല അത്. വിജാതിയർക്കും അറിയാം, അക്രൈസ്തവർക്കും അറിയാം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചുവെന്നും കാലിത്തൊഴുത്തിൽ ജനിച്ചുവെന്നും അല്ലെങ്കിൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നും ക്രിസ്മസും ഈസ്റ്ററും ദുഃഖവെള്ളിയും പീഡാസഹനവും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അത്യാവശ്യം അറിയാം യേശു ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും ഒക്കെ. പക്ഷേ ഒരു ആത്മാവ് അറിയണത് എങ്ങനെയാ? ഒരു ആത്മാവ് അറിയുക എന്ന് പറഞ്ഞാൽ ആത്മാവ് അറിയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ അറിവ്. അപ്പൊ ജീവന്റെ പുസ്തകത്തെ കുറിച്ചുള്ള വായന എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവാണ്. അപ്പോ അത് ഈശോയുടെ അതിൽ നമ്മുടെ ജീവിതത്തോട് അത് അനുരൂപ്യപ്പെടുക, അവനെക്കുറിച്ച് അറിയുക. അത് ഒന്ന് സ്നേഹത്തിലൂടെ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലൂടെ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ വായനയാണ്, ജീവന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. പിന്നെ എന്താ അടുത്തത്? നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് പ്രാർത്ഥന. എന്താ പ്രാർത്ഥന എന്ന് നമ്മൾ കണ്ടു. പ്രാർത്ഥനയിലൂടെയും ദൈവത്തെക്കുറിച്ചുള്ള വളരെ ഉയർന്നതും, അപ്പൊ ഈ രണ്ട് കാര്യത്തിലാണ് ദൈവത്തെക്കുറിച്ചുള്ള വളരെ ഉയർന്ന അറിവിലേക്ക് എത്താൻ പറ്റുക. അപ്പൊ വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തെക്കുറിച്ചുള്ള ഉയർന്നതും ആസ്വാദ്യകരവുമായ അറിവ് സമ്പാദിക്കുക. അപ്പോ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ പ്രത്യേകത ഒന്നും ഉയർന്നതാണ്, അതായത് അത് കുറച്ച് എന്താ പറയാ, അത് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം ആസ്വാദ്യമാണ്. എന്താ ഈ ആസ്വാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആസ്വദിക്കാൻ പറ്റുന്നത്, എന്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നത് ആസ്വാദ്യമാണ്, അല്ലെ? ഹൗവ ആ പഴം പറിച്ച് തിന്നതിന്റെ ഒരു കാരണം അത് ആസ്വാദ്യമാണെന്നുള്ളതാണ്, ആസ്വാദ്യമാണ്. അപ്പൊ അവള് അത് ഭൗതികമായ ആസ്വാദ്യത ആ പഴത്തിൽ നിന്ന് അവള് കണ്ടെത്തി. അതുകൊണ്ടാണ് ഈ ഭൗതികമായ ആസ്വാദ്യത. എന്താണ് യഥാർത്ഥത്തിലുള്ള ആസ്വാദ്യത? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലാണ് യഥാർത്ഥ ആസ്വാദ്യത ഇരിക്കുന്നത്. അവിടെയാണ് ഹവ്വായിക്ക് തെറ്റുപറ്റിപ്പോയത്. ഹവ്വായിക്ക് തെറ്റുപറ്റിയത് അവൾ ഭൗതികമായ ആസ്വാദ്യതയിലേക്ക് പോയി. അതുകൊണ്ട് ഹവ്വായിക്ക് തെറ്റുപറ്റി. അവൾ നോക്കിയപ്പോ എന്താണ് ആസ്വാദ്യത എന്ന് വിചാരിച്ചത്? കണ്ണിന് കൗതുകമുണ്ട്. 3 കാര്യമാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന്, കണ്ണിന് കൗതുകം, ആസ്വാദ്യം, ഇത് രണ്ടും പ്രധാനപ്പെട്ട. അപ്പൊ അവള് കണ്ണിന് കൗതുകം, അതായത് ലൗകികത, കണ്ണ് മിന്നുന്ന സ്വർണത്തിൽ ആകർഷിക്കപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ നല്ല മനോഹരമായ വീടുകൾ, അല്ലെങ്കിൽ ഭൂമിയിലെ മനോഹരമായ കണ്ണിന് ആസ്വാദ്യത നൽകുന്ന കുറെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അതിൽ കണ്ണ് മഞ്ഞളിച്ചു പോവുക. ഓക്കെ, അപ്പൊ എന്താണ് യഥാർത്ഥ ആസ്വാദ്യത? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. അതാണ് ആധ്യാത്മികമായ യഥാർത്ഥ ആസ്വാദ്യത. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ഒരു ആത്മാവിന്റെ യഥാർത്ഥ ആസ്വാദ്യത എന്ന് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അടിവരയിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ജീവന്റെ പുസ്തകത്തിലുള്ള വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ കിട്ടുന്ന ഈ അറിവ്, ഇത് വളരെ ഉയർന്നതാണ്, വളരെ ആസ്വാദ്യമാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പ്രകൃത്യ നന്മ മാത്രമല്ല. എന്താണ് ദൈവത്തിന്റെ പ്രത്യേകത? പ്രകൃതി നന്മയാണ്, നന്മ മാത്രമല്ല, പിന്നെ പ്രത്യേകത എന്താ? അനന്ത ഉദാരനും
അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? ഉദാരമതിയാണ്. അത് അനന്ത ഉദാരനും അതിരുകളില്ലാത്ത സ്നേഹവും. നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ പ്രത്യേകത, നമ്മുടെ സ്നേഹത്തിനൊക്കെ അതിരുകളുണ്ട്. നമ്മുടെയൊക്കെ സ്നേഹത്തിന് ഒരു അതിർ വരമ്പുകളുണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതൽ നമ്മൾ കണ്ടതാണ്. നമ്മുടെ സ്നേഹത്തിന് കുറെ അതിർ വരമ്പുകളുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന് അതാണ് നമ്മളും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. എന്താ? അത് ഒരിക്കലും അതിരുകളില്ലാത്ത സ്നേഹവും അതുല്യതയും. ദയ എന്ന് പറഞ്ഞാൽ വെറും ദയയല്ല, അതുല്യതയും മാധുര്യമാർന്ന നന്മയുടെ പ്രത്യേകത എന്താ? മാധുര്യം എന്ന് പറഞ്ഞാൽ മധുരിക്കുന്ന നന്മ. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്, അല്ലെ? നമ്മൾ ഒരു മനുഷ്യൻ, ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, ഈശോയുടെ ജീവിതത്തിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞാ കൈ നീട്ടുന്നവന് കൊടുക്കുക എന്നാ പറഞ്ഞേ, അല്ലെ? ഈ ദിവസങ്ങൾക്ക് ഒരു വലിയ പ്രത്യേകത കൂടി ഉണ്ട്. ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഭൗതിക ശരീരം ഇന്നലെ പുറത്തെടുത്തു. 800 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു സംഭവമാണ്. വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൗതിക ശരീരം ഇന്നലെ രാവിലെ 9 മണിക്ക് ബസിലിക്കയുടെ ക്രിപ്റ്റിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം പുറത്തെടുത്തു. അത് അസ്ഥികളാണ്. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് പ്രത്യേക ചടങ്ങുകളോടെ അത് ലോവർ ബസിലിക്കയുടെ അൾത്താരയ്ക്ക് മുമ്പിൽ അത് പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിച്ചു. ഇന്ന് മുതൽ ഒരു മാസം, അതായത് മാർച്ച് 22-ാം തീയതി വരെ ഒരു മാസം അത് പരസ്യ വണക്കത്തിനായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഞാനും പോകാൻ ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ. അപ്പോ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഈ ഭൗതിക ശരീരത്തിന് മുമ്പിലേക്ക് അത് വണങ്ങാനായിട്ട് ഒരു 5 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് ഔദ്യോഗിക രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് പറയാൻ കാരണം, സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ നമ്മൾ എപ്പോഴും നമുക്ക് സ്നേഹത്തിന് കുറെ അതിർവരമ്പുകളുണ്ട്, അല്ലെ? നമ്മുടെ സ്നേഹത്തിന് കുറെ നന്മയ്ക്ക്, സ്നേഹത്തിന്, ഇതിനൊക്കെ അതിർവരമ്പുകൾ സൃഷ്ടിക്കാറുണ്ട്. ഈശോ പറഞ്ഞ് അതുപോലെ അനുസരിച്ച ആളാണ്. അതുകൊണ്ട് സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ അറിയപ്പെട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് പറയുന്ന ഒരു കാര്യം, ഈശോ പറഞ്ഞ എന്താ? ഒരു മനുഷ്യന് നിങ്ങൾ ചോദിച്ചാൽ അത് കൊടുക്കുക. ഒരിക്കല് ഞാനിത് പറയാൻ കാരണം, ഒരിക്കലും നിങ്ങൾ ഒരു പക്ഷേ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ക്രിസ്റ്റി അച്ഛന്മാർക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. ക്രിസ്റ്റി അച്ഛനും ഞാനും കൂടെ ഒരു ദിവസം ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. ഇപ്പൊ തൃശ്ശൂർ എവിടെയോ വന്നപ്പോ കാറ് നിർത്തി, അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നു, ഞാനും ഉണ്ട്. കാറ് നിർത്തി കഴിഞ്ഞപ്പോ ഒരു ഭിക്ഷക്കാരി, ഒരു സ്ത്രീ, അപ്പോ വായില് മറ്റേ പുകലയൊക്കെ ഇട്ടിട്ട് ചവച്ച് വാ നിറച്ചും ചുവന്ന് അങ്ങനെ ഒരു സ്ത്രീയാണ്. അപ്പൊ പുള്ളിക്കാരത്തിനെ കണ്ടാൽ തന്നെ ഒരു എന്താ പറയാ, ഒരു ഫ്രോഡ് ലുക്ക് ഉണ്ട്, ഒരു ഫ്രോഡ് ലുക്ക്. അപ്പൊ ഈ സ്ത്രീ വന്നിട്ട് കാറയിൽ മുട്ടിയിട്ട് കൈ നീട്ടി. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് പോക്കറ്റ് നോക്കിയപ്പോ എന്തെങ്കിലും 5 രൂപ ഉണ്ടായിരുന്നു, ഞാൻ അത് എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു 5 രൂപയേ ഉള്ളൂ അച്ഛാന്ന് പറഞ്ഞു. അപ്പൊ നീ അതിനേക്കാളും ചെറിയ 25 പൈസ തപ്പുവാണോ എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അതിനേക്കാളും ചെറിയ 25 പൈസ തപ്പുവാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഭയങ്കര തട്ടിപ്പാ അച്ഛൻ, ഇവരൊക്കെ കണ്ടില്ലേ, ഇതിപ്പോ ഈ പൈസ മേടിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരത്തി മിക്കവാറും കള്ളു കുടിക്കാനായിരിക്കും പോകുന്നത്. കാരണം പുള്ളിക്കാരത്തിന്റെ ആ ഒരു ഷേപ്പ്, രൂപവും അല്ലെങ്കിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങ് പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പാണ്, ഇത് യഥാർത്ഥത്തിൽ റിയൽ എന്താ പറയാ അർഹിക്കുന്ന വ്യക്തിയല്ല, ഇത് ഫ്രോഡായിരിക്കും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ അച്ഛൻ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞ എനിക്കൊരു വലിയൊരു ചിന്ത അച്ഛൻ അപ്പൊ തന്നതാണ്. അച്ഛന്റെ ഒരു പ്രത്യേകത, ഇടപെടിന്ന് പെട്ടെന്ന് എടുത്ത് സംസാരിക്കും. അച്ഛൻ പറഞ്ഞു, കർത്താവ് ഈശോ മിശിഹാ നിന്നോട് പറഞ്ഞത് ചോദിക്കുന്നവന് കൊടുക്കാനാണോ അതെ അർഹതപ്പെട്ടവന് കൊടുക്കാനാണോ എന്ന് ചോദിച്ചു. ചോദിക്കുന്ന ഏവനും കൊടുക്കാനാണ്. ചോദിക്കുന്ന ഏവനും കൊടുക്കുക. അത് കള്ളനാണോ, പറ്റിക്കൽ പ്രസ്ഥാനമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് അന്വേഷിച്ചു കൊടുക്കാനല്ല, ചോദിക്കുന്ന ഏവനും കൊടുക്കുക, അല്ലെ? അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, ചോദിക്കുന്ന ഏവനും ലഭിക്കും. ചോദിക്കുന്നവന് കൊടുക്കാനാ പറഞ്ഞേ, അത് കള്ളനാണോ എന്ന് നോക്കിയിട്ട് കൊടുക്കാനല്ല പറഞ്ഞേ. അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് കൊടുക്കാനുള്ള ലുബ്ദ് എന്ന് തന്നെ പറയും. ലുബ്ദ് അത് ഒരു ബൈബിൾ വാക്യാണ്. ലുബ്ദ് കാട്ടരുത്. അപ്പൊ ഈ ലുബ്ദ് നമുക്കുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കണത് ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും. ദൈവത്തിന്റെ പ്രത്യേകത അങ്ങനെയല്ല, ഈശോയുടെ പ്രത്യേകത അങ്ങനെയല്ല. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് ഒരു ദിവസം രാത്രി
കാട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത്, അതായത് തുണി എല്ലാം ഊരി നഗ്നനായിട്ട് 25-ാമത്തെ വയസ്സിൽ ബിഷപ്പിന്റെ മുമ്പിൽ ഉടുതുണി അടക്കം ഊരിയിട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് ബിഷപ്പിന്റെ വാക്ക് കേട്ട് ഒരു തോട്ടക്കാരൻ കൊടുത്ത ഒരു തുകൽ വസ്ത്രവും ധരിച്ച് ഈ മനുഷ്യൻ ഇറങ്ങി തിരിച്ചപ്പോ കാട്ടിൽ കൂടെ പോവാ, എങ്ങോട്ടെന്ന് അറിയില്ല. കുറെ കള്ളന്മാര് ചുറ്റും കൂടി ആക്രമിച്ചു. അപ്പോ അവര് പറഞ്ഞു, നിന്റെ വസ്ത്രം ഊരി തരാൻ പറഞ്ഞു. എന്താ നിന്റെ ഉള്ളതെല്ലാം തരാൻ പറഞ്ഞു. ഒരു 2 കൈ നീട്ടിട്ട്, ഞാൻ സർവസംഘ പരിത്യാഗിയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോ അവര് പറഞ്ഞു, നിന്റെ കുപ്പായം ഊരി തരാൻ പറഞ്ഞു. അപ്പൊ ഫ്രാൻസിസ് തന്റെ കുപ്പായം ഊരി കൊടുത്തു. അത് കഴിഞ്ഞ് ആ കള്ളന്മാരത് കിട്ടിക്കഴിഞ്ഞു. കുപ്പായം എന്ന് പറഞ്ഞാൽ വെറും തൊകൽ, ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ തൊകൽ വസ്ത്രമാണ്. ഊരി കൊടുത്തു കഴിഞ്ഞപ്പോ അത് ഊരി കൊടുത്തു. തണുപ്പാണ്, കൊടും തണുപ്പാണ്. അത് ഊരി കൊടുത്തു. പിന്നെ രണ്ടാമത് അവര് ചോദിച്ചു, നിന്റെ കളസം കൂടെ ഊരി തരിക, നിന്റെ ട്രൗസേഴ്സ്, നിങ്ങളുടെ പാന്റായിട്ട് യൂസ് ചെയ്യുന്ന അന്നത്തെ ഒരു അടിയിൽ, കുപ്പായത്തിന്റെ അടിയിലിടുന്ന സാധനമായിരിക്കാം. അപ്പോഴാണ് ഫ്രാൻസിസ് ആ വചനം ഓർത്തത്, നിന്നോട് മേലങ്കി ചോദിക്കുന്നവന് കുപ്പായം കൂടെ കൊടുക്കുക എന്നുള്ള വചനം ഈ ഫ്രാൻസിസ് ഓർത്ത. അപ്പോഴാണ് ഫ്രാൻസിസ് എന്ത് ചെയ്തു, വളരെ സന്തോഷത്തോടെ പരാതികളില്ലാതെ തന്റെ ട്രൗസറും കൂടെ ഊരി കൊടുത്തു. എന്നിട്ട് വീണ്ടും പരിപൂർണ നഗ്നനായി, സർവസംഘ പരിത്യാഗി. ഇതാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം. അതും കൊടുത്തു കഴിഞ്ഞപ്പോ ഫ്രാൻസിസിന് തണുപ്പുണ്ട്, പുറമേയുള്ള ഭയങ്കര തണുപ്പുണ്ട്, മരം കോച്ചുന്ന തണുപ്പാണ്. ഞാൻ തന്നെ ഇവിടെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്തൊന്നും ജാക്കറ്റ് ഇടാതെ കഴിഞ്ഞ ദിവസം ഞാൻ വീടിന് പുറത്തായി പോയി, ഡോറ് ലോക്കായി പോയി, അറിയാതെ ഡോറ് ലോക്കായി പോയി. ഞാൻ ജസ്റ്റ് നമ്മൾ വീടിന്റെ അകത്ത് ഇടുന്ന ഒരു ചെറിയ ടീഷർട്ടും പാൻസും മാത്രമേ ഇട്ടിട്ടുള്ളൂ. സാധാരണ ഒരു സ്ലിപ്പറാണ്. അത്ര വലിയ തണുപ്പില്ല ഇപ്പൊ, എങ്കിൽ പോലും പുറത്തായി പോയി. ഒരു 2 മണിക്കൂർ പുറത്ത് നിൽക്കേണ്ടി വന്നു. അപ്പൊ തന്നെ ഇവിടുത്തെ മരം കൊച്ചുന്ന തണുപ്പത്ത് ആ സമയത്ത് പരിശുദ്ധാത്മ ചിന്തിച്ചു, ഇങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, ഫ്രാൻസിസ് അങ്ങനെയാണെങ്കിൽ ഈ തണുപ്പത്ത് എങ്ങനെ നഗ്നനായി ആ കാട്ടിക്കൂടെ നടന്നു കാണും, ഈ കൊടും തണുപ്പത്ത്. അപ്പൊ അവിടെയും സന്തോഷവാനായിരുന്നു ഫ്രാൻസിസ്. അവിടെയും അവന്റെ മുഖത്തും പരാതികളില്ലാത്ത ആത്മാവിന്റെ സന്തോഷം. ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അതാണ് ഈശോയുടെ പ്രത്യേകത. ഇവിടെ പറയുവാണ്, മാധുര്യമാർന്ന നന്മ. നന്മയുടെ പ്രത്യേകത എന്താ? നമുക്ക് നന്മയ്ക്കൊരു മധുരം തോന്നണം. മാധുര്യം എന്ന് പറഞ്ഞാൽ എന്താ? മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൊടുക്കുമ്പോൾ, ഒരു ഭിക്ഷക്കാരൻ 5 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് അയ്യോ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയാണോ, നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദമാണോ തോന്നുന്നതെന്ന് നോക്കണം. ഇതാണ് മാധുര്യം. നന്മ ചെയ്യുമ്പോൾ എന്തുണ്ടാവണം? മാധുര്യം. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ദൈവം മാധുര്യമാർന്ന നന്മയാണ്. കർത്താവിന്റെ മഹാ ഉദാരതയെ നാം പരിഗണിക്കുന്നത്. അപ്പൊ അവിടെ പ്രകൃത്യ നന്മ മാത്രമല്ല, പ്രത്യുത അനന്ത ഉദാരനും അതിരുകളില്ലാത്ത സ്നേഹവും അതുല്യതയെയും മാധുര്യമാർന്ന നന്മയുമായ കർത്താവിന്റെ മഹാ ഉദാരതയെ നാം പരിഗണിക്കണം. അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിക്കാം. അടുത്തയാള്. ഇതിൽ നിന്നുമാണ് വറ്റാത്ത ഉറവിൽ നിന്നെന്ന പോലെ സൃഷ്ടവസ്തുക്കളിലേക്ക് മനോഹരവും നന്മയുമായ എല്ലാം പുറപ്പെടുന്നത്. യോഹന്നാൻ 1. പ്രകാശം അതിന് രശ്മികൾ എല്ലായിടത്തും പരത്തുന്നത് പോലെ, ഉറവിയിൽ നിന്നും എല്ലായിടത്തേക്കും വെള്ളം ഒഴുകുന്നത് പോലെ, ദൈവത്തിന്റെ പ്രകൃതമാണ് തന്റെ ഉദാരതയുടെ രശ്മികൾ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ സൃഷ്ടികളിലേക്കും സ്വതന്ത്രമായി വ്യാപിപ്പിക്കുക എന്നത്. ഓക്കെ, ഇവിടെ നമ്മളൊന്ന് നോക്കിക്കേ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രകാശം അതിന്റെ രശ്മികൾ എല്ലായിടത്തും പുറപ്പെടുന്നത് പോലെ. പ്രകാശത്തിന്റെ പ്രത്യേകത എന്നാ? എല്ലായിടത്തും ഒരുപോലെയാണ്. കുറച്ച് സ്ഥലത്ത് അങ്ങനെയല്ല. പ്രകാശത്തിന്റെ രശ്മികളെ എല്ലായിടത്തും ഒരുപോലെ പരത്തുന്നത് പോലെ, ഉറവയിൽ നിന്നും എല്ലായിടത്തേക്കും വെള്ളം ഒഴുകുന്ന പോലെ. എല്ലായിടത്തേക്കും ഒരുപോലെയാണ് ഉറവയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത്. ദൈവത്തിന്റെ പ്രകൃതമാണ് തന്റെ ഉദാരതയുടെ രശ്മികൾ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ സൃഷ്ടികളിലേക്കും സ്വതന്ത്രമായി വ്യാപിപ്പിക്കുക. അപ്പൊ നമ്മളിലേക്കല്ല, നമ്മൾ എത്ര പാപികളാണെങ്കിലും, നമ്മൾ എത്ര ദുഷ്ടന്മാരാണെങ്കിലും, അതുകൊണ്ടല്ല ഈശോ പറഞ്ഞത്, ദുഷ്ടന്മാരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ മഴ പെയ്യിപ്പിക്കുകയും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കിക്കേ ആ വചനത്തിന്റെ ആഴം. നമ്മൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാ? ആ വചനം നമ്മളുടെ ജീവിതം കൊണ്ടൊന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് നോക്കിക്കേ. ഞാനിങ്ങനെ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, മഴ പെയ്യിക്കാനുള്ള ലൈസൻസ്
ദൈവം എന്നെ ഏൽപ്പിച്ചു. ടെമ്പററി ഒരു 6 മാസത്തേക്ക് മഴ പെയ്യിപ്പിക്കാനുള്ള ലൈസൻസ് എന്നെ, മഴയെ കൺട്രോൾ ചെയ്യാനുള്ള ലൈസൻസ് എന്നെ ഏൽപ്പിച്ചു എന്ന് കരുതുക. നിങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ചു എന്ന് നിങ്ങൾ കരുതിക്കോ. എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ മനുഷ്യനായിരിക്കുന്നിടത്തോളം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ മഴ പെയ്യൂല. മഴ പെയ്യും. ഇപ്പോ അങ്കമാലിയിൽ മഴ പെയ്യുവാണെങ്കിൽ അങ്കമാലിയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അവരുടെ തലയ്ക്ക് മുകളിൽ ഞാൻ മഴ പെയ്യിക്കില്ല. ഉറപ്പാ കാര്യം. എനിക്ക് ഇഷ്ടമില്ലാത്തവരുടെ മേൽ ഞാൻ മഴ പെയ്യിക്കില്ല. മഴയെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ, ഓരോരുത്തരുടെയും കയ്യിലാണ് ആ ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ആർക്കൊക്കെ മഴ കൊടുക്കും, ആർക്കൊക്കെ മഴ കൊടുക്കില്ല. ചിലർക്ക് കൊടുങ്കാറ്റും പേമാറ്റും അവരുടെ വീട് ഇടിഞ്ഞു വീഴട്ടെ എന്ന് തന്നെ കരുതി ചിലപ്പോൾ ഒരു 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 ഇതോടുകൂടി അങ്ങ് തീരട്ടെ, അല്ലെ? അവിടെയാണ് ദൈവത്തിന്റെ പ്രത്യേകത മനോഹരമായിട്ട്. അതാണ് ഈശോ പറഞ്ഞത്, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ മഴ പെയ്യിപ്പിക്കുന്നു, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുന്നു. അപ്പൊ പ്രകാശം അതിന്റെ രശ്മികൾ എല്ലായിടത്തും പരത്തുന്നത് പോലെ, ഉറവയിൽ നിന്നും എല്ലായിടത്തേക്കും വെള്ളം ഒഴുകുന്നത് പോലെ ദൈവത്തിന്റെ പ്രകൃതമാണ്. അതാണ് ദൈവത്തിന്റെ പ്രകൃതം. പ്രകൃതം എന്ന സ്വഭാവം കണ്ടോ? ഇതാണ് യഥാർത്ഥ സ്നേഹം. അവിടെ ദുഷ്ടനാണോ, കള്ളനാണോ, കൊള്ളക്കാരനാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, ഇതൊന്നും നോക്കാതെ അവന് കൊടുക്കുകയാണ്. ഈ പ്രകൃതമാണ് ദൈവം നമ്മൾ അത് അങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞേ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പൊ ഇത് നമുക്ക് അപ്രാപ്യമാണ്. ചിലത് അത് ദൈവം, അത് യേശു, നമ്മളാര്, നമ്മൾ എവിടെ കിടക്കുന്നു, ഈശോ എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു, മാതാവ് എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും. വിശുദ്ധ ഫ്രാൻസിസ് പോപ്പ് ഇന്നസെന്റ് തേർഡിന്റെ അടുത്ത്, ഇന്നസെന്റ് തൃതീയൻ പാപ്പായുടെ അടുത്ത് തന്റെ സന്യാസ സമൂഹത്തിന് അനുവാദം ചോദിച്ചുകൊണ്ട് ചെന്നപ്പോ ഇന്നസെന്റ് ഇത് ഫ്രാൻസിസ് എഴുതി വെച്ചിരുന്ന ഫ്രാൻസിസിന്റെ റൂൾ എന്ന് പറയുന്ന എക്സാക്ട് വചനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡറിന്റെ പഴയ റൂള് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. എല്ലാം ദാരിദ്ര്യത്തെ കുറിച്ചുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ പറയാണ് എന്താണ് ദാരിദ്ര്യത്തെ കുറിച്ച്, 2 ഉടുപ്പുള്ളവനും ഒന്നില്ലാത്തവനും കൊടുക്കട്ടെ ദരിദ്ര. ആ വചനങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് എന്റെ സഹോദരന്മാരെല്ലാവരും ഇതുപോലെ പാലിക്കണം. അങ്ങനെയാ ഫ്രാൻസിസ് എഴുതി വെച്ചിരിക്കുന്നത്. ബ്രഹ്മചര്യത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ബ്രഹ്മചര്യത്തെ കുറിച്ച് ബൈബിളിലുള്ള വചനങ്ങൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്. എന്താ ഈ വചനം ഉണ്ടല്ലോ, അതായത് വിവാഹിതർ തങ്ങളുടെ ഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്തണം എന്ന് വെച്ച് ലൗകിക കാര്യങ്ങൾക്ക് വ്യഗ്രത കാട്ടുമ്പോൾ അവിവാഹിതർ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദൈവിക കാര്യങ്ങൾക്ക്. അപ്പൊ അങ്ങനെയുള്ള കുറെ വചനങ്ങളുണ്ടല്ലോ ബ്രഹ്മചര്യത്തെ കുറിച്ച്. ആസക്തിയുള്ള സ്ത്രീയെ നോക്കരുത് എന്നുള്ള ഇതുപോലുള്ള കുറെ വചനങ്ങൾ. ഈ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് എന്റെ സഹോദരന്മാർ ഇത് പാലിക്കണം. അങ്ങനെയാണ് ജീവിത നിയമം മുഴുവൻ ഫ്രാൻസിസ് എഴുതിയിരിക്കുന്നത്. മുഴുവൻ വചനങ്ങളാണ്. അതിന്റെ അവസാനത്തിൽ 1-2 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഈ നിയമങ്ങൾ കണ്ടിട്ട് ഇന്നസെന്റ് തേർഡ് ചോദിക്കുകയാണ്, ഫ്രാൻസിസെ, ഈ കാലഘട്ടത്തിലും ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് പറ്റുമോ? ഇതൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഫ്രാൻസിസ് പരിശുദ്ധ പിതാവിനോട് എളിമയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാവേ, അതിന്റെ അർത്ഥം പിതാവ് പറയുന്നത് ഈശോ ആ ഒരു കാലഘട്ടത്തിലെ കുറച്ച് മനുഷ്യർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് വേണ്ടി മാത്രമാണ് ഈ സുവിശേഷം പറഞ്ഞതെന്നാണോ? ഒരു വലിയ ചോദ്യമാണത്. ഈശോ പറഞ്ഞ വചനം, ഈശോ പറഞ്ഞ സുവിശേഷം ആ ഒരു കാലഘട്ടത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി പറഞ്ഞതാണോ, അതോ യുഗാന്ത്യം വരെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണോ? ആ ഒരു മറുപടിയിൽ നിന്നാണ് ഇന്നസെന്റ് തേർഡ് പറഞ്ഞത്, നീ പോയി അതനുസരിച്ച് ജീവിക്കുക, നിനക്ക് ഞാൻ ഈ ഒരു സന്യാസ സമൂഹത്തിന് അനുവാദം തരുന്നു. അപ്പൊ നോക്കിക്കേ, ഈശോ പറഞ്ഞത് നമുക്ക് പാലിക്കാൻ പറ്റുമോ? പാലിക്കാൻ പറ്റും. കാരണം അത് പാലിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അത് ആ ഒരു കാലഘട്ടത്തിന് വേണ്ടി പറഞ്ഞതല്ല, യുഗാന്ത്യം വരെയുള്ള സകല മനുഷ്യനും എല്ലാ ആത്മാവും ഫോളോ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. ഓക്കെ, അടുത്തത് വായിക്കാം നമുക്ക്. അടുത്ത ഒരാൾ വായിച്ചേ. ഓരോരുത്തരും
ആ ഓരോരുത്തരും ദൈവത്തിന്റെ ഔദാര്യത്തിൽ നിന്ന് സ്വന്തം ആഗ്രഹവും കഴിവും അനുസരിച്ച് സ്വീകരിക്കുന്നു. ദൈവം തന്റെ സ്വഭാവത്തിൽ അതുല്യനായും അനന്തമായും നന്മയാണ്. അതിനാൽ അവിടുന്ന് ഭക്തരായ ആത്മാക്കളാൽ അളവില്ലാത്ത വിധം സ്നേഹിക്കപ്പെടേണ്ടവനും ആഗ്രഹിക്കപ്പെടേണ്ടവനുമാണ്. ഹഗ്ഗായി ഓക്കെ 2-ാം അധ്യായം സുഭാഷിതം. ഓരോരുത്തരും ദൈവത്തിന്റെ ഔദാര്യത്തിൽ നിന്ന് സ്വന്തം ആഗ്രഹവും കഴിവും അനുസരിച്ച് സ്വീകരിക്കുന്നു. ഇത് ദൈവത്തിന്റെ ഔദാര്യമാണ്. ഈ അനുഗ്രഹങ്ങളും കൃപകളും ഇത് ദൈവത്തിന്റെ ഔദാര്യമാണ്. ഓരോരുത്തരും ദൈവത്തിന്റെ ഔദാര്യത്തിൽ നിന്ന് സ്വന്തം ആഗ്രഹം. ഇവിടെയാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു വചനമില്ലേ, അതായത് എന്താണ്, അഗ്നിയും ജലവും നിന്റെ മുമ്പിലുണ്ട്, ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് കിട്ടും, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മതിനെ. നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. നിനക്കൊരു ഫ്രീഡം തന്നേക്കാം, നിനക്ക് വേണം, നിനക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മതിനെ. അപ്പോ ഈ കൃപ സ്വീകരിക്കാൻ എന്താണ്, സ്വന്തം ആഗ്രഹവും ഒന്നാമത്തെയാണ്. സ്വന്തം ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ തീവ്രമായി അഭിലഷിക്കണം, തീവ്രമായി ആഗ്രഹിക്കണം, തീവ്രമായി അഭിലഷിക്കണം. അപ്പോ ഈ അഭിലാഷമാണ്, ഈ ആഗ്രഹമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് എന്താ? രണ്ടാമത്തെ കാര്യം സ്വന്തം ആഗ്രഹവും, രണ്ടാമത്തെ കഴിവ്. അത് സ്വന്തമാക്കാനുള്ള എന്റെ കഴിവ് എങ്ങനെയാ ഞാൻ സ്വന്തമാക്കണം? എന്തുമാത്രം, അതായത് നിനക്ക് എന്തുമാത്രം സ്വീകരിക്കാൻ പറ്റും അത് അത്രമാത്രം കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു ചെറിയ സ്പോഞ്ചാണ്. ഈ ചെറിയ സ്പോഞ്ചിന് അതിനെ വെള്ളത്തിൽ മുക്കിയാൽ അതിന് ഉൾക്കൊള്ളാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം അത് ഉൾക്കൊള്ളും. അല്ല, ഒരു വലിയ സ്പോഞ്ചാണെങ്കിൽ ആ വലിയ സ്പോഞ്ചിന് അതിനേക്കാൾ കൂടുതൽ വെള്ളം ഉൾക്കൊള്ളും. അപ്പോ അതെങ്ങനെയാണ് നിന്റെ കഴിവ് തീരുമാനിക്കുന്നത്? നീ കുറച്ച് കഴിവ് കുറഞ്ഞവൻ, അവൻ കുറച്ച് കഴിവ് കൂടിയോ, അങ്ങനെയല്ല. ആത്മാവിന്റെ അവസ്ഥയെല്ലാം ഒന്നാണ്. പക്ഷെ നിനക്ക് എന്തുമാത്രം ആർജിക്കാൻ പറ്റണം, അത് നീ എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. നീ ഒരു കുറച്ച് ഉള്ളിയോളം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രേ കിട്ടുള്ളൂ, അത്രേ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്തുമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നോ അത്രയും ആഗ്രഹത്തോടെ നമ്മൾ അധ്വാനിക്കും. അതാണ് ഈ കഴിവെന്ന് പറഞ്ഞത്, എന്റെ കഴിവ് അനുസരിച്ച്. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നുണ്ടല്ലോ, അതായത് ഉള്ളവന് കൂടുതൽ കൂടുതൽ കിട്ടും. അത് ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ വചനത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും. എന്താ അതിന്റെ ഒരു മീനിങ്? എനിക്കത് പണ്ടൊന്നും ഒട്ടും മനസ്സിലായിട്ടിട്ടുണ്ടായില്ല. കാരണം അത് ഉള്ളവന് വീണ്ടും കൊടുക്കുക, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കുക, അത് ഒരു ശരിയായ രീതി അല്ലല്ലോ. എന്താ ഉള്ളവൻ? കൃപയുള്ളവനാണത്. എന്താ കൃപയുള്ളത്? അത് അവൻ എങ്ങനെ നേടി? അവന്റെ കഴിവനുസരിച്ച് അവൻ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവനത് നേടിയത്. അതുകൊണ്ട് അവന് വീണ്ടും ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ട് അവന് വീണ്ടും നൽകപ്പെടും. ഇല്ലാത്തവന്റെ പ്രത്യേകത എന്താ? അവൻ മന്മോഷണനാണ്. അത് ഞാൻ പറയുന്നില്ലേ, ഒന്നല്ലെങ്കിൽ നിനക്ക് ചൂടുണ്ടാവണം, അല്ലെങ്കിൽ നിനക്ക് തണുപ്പുണ്ടാവണം. നിനക്ക് ചൂടും തണുപ്പും ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അത് മന്മോഷണനാണ്. അപ്പൊ ഇല്ലാത്തവന്റെ പ്രത്യേകത എന്താ? എന്താ ഇല്ലാത്തത്? ആത്മാവിന്റെ കൃപയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇല്ലാത്തവന് ഉള്ളത് കൂടി എടുക്കപ്പെടുന്നതാണ്. അവന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി എടുത്തു കളയും. കാരണം എന്താ? അവൻ മന്മോഷണനാണ്. അപ്പം നമ്മുടെ ആഗ്രഹവും നമ്മുടെ അധ്വാനവും നമ്മുടെ കഴിവും അതനുസരിച്ചാണ് നമ്മളിത് സ്വീകരിക്കുന്നത്. ദൈവം തന്റെ സ്വഭാവത്തിൽ അതുല്യനും അനന്തമായ നന്മയുമാണ്. അതിനാൽ അവിടുന്ന് ഭക്തരായ ആത്മാക്കളാൽ അളവില്ലാത്ത വിധം സ്നേഹിക്കപ്പെടേണ്ടവനും ആഗ്രഹിക്കപ്പെടേണ്ടവനുമാണ്. നോക്കിക്കേ, അതായത് തന്റെ അവിടുന്ന് ഭക്തരായ ആത്മാക്കൾ, അതായത് നമ്മൾ ഓരോരുത്തരും അളവില്ലാത്ത വിധം സ്നേഹിക്കപ്പെടാം. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? അളവുകളില്ലാതെ, പരിധികളില്ലാതെ. എങ്ങനെ ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റും? അതാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ നമ്മൾ ചില പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി അവളുടെ അപ്പനെ സ്നേഹിക്കുന്നില്ല, അവളുടെ അമ്മയെ സ്നേഹിക്കുന്നില്ല. കാരണം എന്താ? അപ്പനെ കുറിച്ച് അമ്മയെ കുറിച്ച് അവൾക്ക് അറിയില്ല, അവൾക്ക് അതുകൊണ്ടൊരു കമ്മിറ്റ്മെന്റ് തോന്നിയിട്ടില്ല. പക്ഷെ സിനിമയുടെ ഒടുക്കത്തിൽ എവിടെയെങ്കിലും വെച്ചായിരിക്കാം ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. ഈ കുട്ടിക്ക് വേണ്ടി ഇവളുടെ അപ്പൻ, ഇവളുടെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ, സത്യങ്ങളൊക്കെ ഒരുപാട് ഞെരുങ്ങി, അതൊക്കെ നമ്മളൊരു ഫ്ലാഷ് ബാക്കിലൂടെ സിനിമാക്കാര് നമ്മളത് കാണിച്ചു തരും.
ഇതേക്കുറിച്ച് അറിയുമ്പോൾ അവൾ എന്ത് ചെയ്യും? അവള് മാപ്പൊക്കെ ചോദിച്ചു ചെന്നുകൊണ്ട് സമ്പൂർണ്ണമായി അപ്പനെ സ്നേഹിക്കാനും അമ്മയെ സ്നേഹിക്കാനും തുടങ്ങുന്നതിന്റെ ഒക്കെ കുറെ അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് കാണുമ്പോൾ എന്തൊക്കെ നമുക്ക് ഒരു തോന്നാറൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഇമോഷണൽ ആവും. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല? ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തതിന് കാരണം യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ക്രിസ്ത്യാനികൾ, ഞായറാഴ്ച ക്രിസ്ത്യാനികളാണ്. ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോവും, കുർബാനയിൽ പങ്കെടുക്കും, വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലും, കുറച്ച് ഭക്താനുഷ്ഠാനങ്ങൾ നടത്തും. പിന്നെ നമ്മുടെ കുറച്ച് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടും. ചിലപ്പോൾ കൃപാസനത്തിലേക്കായിരിക്കാം, ചിലപ്പോൾ അട്ടപ്പാടിയിലേക്കായിരിക്കാം, ചിലപ്പോൾ അണക്കരയിലേക്കായിരിക്കാം. ഈ ഓടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മാവ് കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള ഇപ്പൊ ഈ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല. എന്റെ വീട്ടിൽ പല കാര്യങ്ങൾ നടക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. പക്ഷെ നടക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകും. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ? ദൈവത്തെ സ്നേഹിക്കലാണ്, അതിന് ദൈവത്തെ അറിയണം. അപ്പൊ ഇവിടെ പറയുവാണ്, തന്റെ ഭക്തരായ ആത്മാക്കളാൽ അളവില്ലാത്ത വിധം സ്നേഹിക്കപ്പെടേണ്ടവനും ആഗ്രഹിക്കപ്പെടാം. അതായത് ആഗ്രഹിക്കണം, എനിക്ക് ദൈവത്തിൽ എത്തിച്ചേരണം എന്നുള്ള അഗാധമായ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കപ്പെടേണ്ടവനാണ് ദൈവം. ഓക്കെ, അടുത്ത ഒരു ഭാഗം നമുക്ക് വായിക്കാം. ദൈവിക ഉദാരതയോടുള്ള സ്നേഹത്തിന്റെ പ്രതികരണവും പരിശീലനവും. ദൈവം പ്രകൃത്യാ ഒന്നും പ്രതീക്ഷിക്കുകയോ എന്തെങ്കിലും ഉപകാരമുണ്ടാകുമോ എന്ന് ചിന്തിക്കുകയോ ചെയ്യാതെ എല്ലാ പുണ്യങ്ങളും കൃപകളും നൽകി അവിടുത്തെ സൗഭാഗ്യത്തിൽ പരമാവധി നമ്മെ പങ്കുകാരാക്കാൻ വേണ്ടി അവിടുത്തെ അനന്ത നന്മയിൽ സ്വയം നൽകുന്നു. ഇത് കാണുമ്പോൾ ആത്മാവ് സർവശക്തിയോടും കൂടെ പൂർണ്ണമായി ദൈവത്തിന് സ്വയം നൽകുന്നതിന് സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുകയും നന്ദിയാൽ ബാധ്യസ്ഥയാകുകയും ചെയ്യുന്നു. അവർ ദൈവത്തിൽ നിന്ന് ഇവിടെയോ നിത്യതയിലോ അല്ലെങ്കിൽ ഭൂമിയിലോ സ്വർഗത്തിലോ ഒന്നും പ്രതീക്ഷിക്കാതെ അനന്ത നന്മയും പരിശുദ്ധിയും പൂർണ്ണതയുമായവനെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്നു. അതായത് എപ്പോഴും കൂടുതൽ സ്നേഹിക്കാനും അവിടുത്തെ സ്തുതിക്കുവാനും അവിടുന്ന് അനന്യമാമിതം സ്നേഹിക്കപ്പെടാൻ യോഗ്യനായതിനാൽ എല്ലാ സൃഷ്ടികളാലും അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും ആദരിക്കപ്പെടാനും ആഗ്രഹിക്കുന്നു. ദൈവിക ഉദാരതയോടുള്ള സ്നേഹത്തിന്റെ പ്രതികരണവും പരിശീലനവും. ദൈവം പ്രകൃത്യ ഒന്നും പ്രതീക്ഷിക്കുകയോ എന്തെങ്കിലും ഉപകാരമുണ്ടാവുകയോ എന്ന് ചിന്തിക്കുകയോ, അതായത് നമ്മുടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് തിരിച്ചെന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ഒന്നും പ്രതീക്ഷിക്കുകയോ എന്തെങ്കിലും ഉപകാരമുണ്ടാകുമോ എന്ന് ചിന്തിക്കുകയോ ചെയ്യാതെ എല്ലാ പുണ്യങ്ങളും കൃപകളും നൽകി അവിടുത്തെ സൗഭാഗ്യത്തിൽ പരമാവധി നമ്മളെ പങ്കുകാരാകാൻ വേണ്ടി അവിടുത്തെ അനന്ത നന്മയിൽ സ്വയം നൽകുന്നു. നോക്കിക്കേ, ദൈവത്തിന്റെ പ്രത്യേകതയാണ്, ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല, നമുക്ക് പിന്നെ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ഉണ്ടാകുമെന്നോ പുണ്യം ഉണ്ടാകുമെന്നോ ചിന്തിച്ചുകൊണ്ടല്ല. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. പിന്നെയോ ഇത് കാണുമ്പോൾ ആത്മാവ് അപ്പൊ എന്ത് കാണുമ്പോൾ? ദൈവത്തിന്റെ സ്നേഹം കാണുമ്പോൾ. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ദൈവം നമുക്ക് ഈ കൃപകളൊക്കെ നൽകുന്നു. അത് സ്നേഹത്തെ പ്രതിയാണ് തരുന്നത്. ദൈവം നമ്മളോട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ദൈവം തരുന്നത്. ദൈവം പ്രകൃതി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്തെങ്കിലും ഉപകാരമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നില്ല. എന്നിട്ടും എല്ലാ പുണ്യങ്ങളും നൽകി അവിടുത്തെ സൗഭാഗ്യത്തിൽ പരമാവധി, അവിടുത്തെ സൗഭാഗ്യത്തിൽ നമ്മളെ പരമാവധി ഇങ്ങനെ തള്ളിക്കയറ്റുവാണ്. അപ്പൊ പരമാവധി നമ്മളെ പങ്കുകാരാകാൻ വേണ്ടി അവിടുത്തെ അനന്ത നന്മയിൽ സ്വയം തന്നെ അങ്ങോട്ട് നൽകുകയാണ്. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മളെ തള്ളി നിത്യതയിലേക്ക് കർത്താവിന്റെ അടുത്ത് എത്തിക്കാൻ ദൈവം സ്വയം തന്നെ നൽകി. അപ്പൊ ഇത് നമ്മൾ ഇത് ആര് കാണണം? ഒരു ആത്മാവ് ഇത് കാണണം. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാനിത് കാണണം, എന്റെ ആത്മാവ് ഇത് കാണണം. ഇത് കാണുമ്പോൾ ആത്മാവ് സർവശക്തിയോടും കൂടെ പൂർണ്ണമായി ദൈവത്തിന് സ്വയം നൽകുന്നതിന് സ്നേഹത്താൽ ബന്ധിക്കപ്പെടുകയും നന്ദിയാൽ ബാധ്യസ്ഥമാവുകയും ചെയ്യുന്നു. അപ്പൊ ആത്മാവ് എന്ത് ചെയ്യണു? സ്വയം തന്നെ അങ്ങനെ നൽകണം. ഏത് കാണുമ്പോൾ? ദൈവത്തിന് ഈ സ്നേഹം കാണുമ്പോ.
ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് നൽകിയത് കാണുമ്പോ, ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവം തന്നെ നൽകിയത് കാണുമ്പോ, ഇത് കാണുമ്പോൾ ആത്മാവ് എന്ത് ചെയ്യണം? ആത്മാവ് ദൈവം നൽകിയ ഈ വലിയ നന്മയെ കുറിച്ച് ഓർക്കണം. അതായത് ഞാൻ ഓർക്കണം. അതായത് അത് ദൈവത്തെക്കുറിച്ച് യഥാർത്ഥമായി നമ്മൾ അറിയുമ്പോൾ ഈ ഒരു നന്മ, ഈ ഒരു നന്ദി, ആത്മാവ് ആ നന്ദിയുടെ സർവശക്തിയോടും കൂടെ പൂർണ്ണമായി ദൈവത്തിന് സ്വയം നൽകുക. അതായത് എന്നെ കൊണ്ട് എങ്ങനെയൊക്കെ എന്നെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ പറ്റും അത്രയും. അപ്പോ ഈ ഫ്രാൻസിസ് ഒക്കെ ചെയ്യണ അങ്ങനെയാണ്. അതായത് ഒരു കുഞ്ഞു പാപം ഉണ്ടാകുമ്പോഴേക്കും പോയി അസീസിയില് പോർച്ചുഗലയിൽ ചെല്ലുമ്പോൾ അവിടെ ജോസഫ് അച്ഛനോട് ഇരിപ്പുണ്ട്. ജോസഫ് അച്ഛൻ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പൊ ജോസഫ് അച്ഛൻ കൃത്യം ഞാൻ നാട്ടിൽ നിന്ന് അച്ഛൻ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൃത്യം കണ്ടുമുട്ടുന്നത് ഈ പോർച്ചുഗലയിൽ വെച്ചാണ്. അതൊരു വലിയൊരു ഒരു സംഭവമായി പോയി. കാരണം അപ്പോ ഈ പോർച്ചുഗലയിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു സംഭവം കാണാം. ഒരു എന്താണ് ഒരു റോസാ ചെടികളുടെ തോട്ടം. ഈ റോസാ ചെടികളുടെ തോട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഫ്രാൻസിസ് ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെ അകറ്റുന്ന ഒരു ചെറിയ ചിന്ത, അശുദ്ധ ചിന്ത. മനുഷ്യനാണ് അശുദ്ധ ചിന്തകൾ ഉണ്ടാവാം, പാപകരമായ ചിന്ത, ജഡിക ചിന്ത. അപ്പൊ അശുദ്ധം 46 വയസ്സ് വരെ ഈ മഹാവിശുദ്ധൻ ജീവിച്ചിരുന്നുള്ളൂ. 25-ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെട്ടത്. പിന്നെ ഒരു 20 വർഷം. അപ്പൊ നോക്കിക്കേ, ഒരു അശുദ്ധ ചിന്ത ഉണ്ടാകുമ്പോ, പ്യൂരിറ്റി, ചാസ്റ്റിറ്റി, തന്റെ ശരീരത്തിന്റെ വിശുദ്ധിക്ക് വിരുദ്ധമായ ഒരു കൊച്ചു ചിന്ത ഉണ്ടാകുമ്പോ അപ്പൊ തന്നെ ഫ്രാൻസിസിന്റെ ആത്മാവ് വിങ്ങുകയാണ് കിടന്ന്. കാരണം എന്താ? ഞാൻ എന്റെ ഈശോയുടെ സ്നേഹത്തിന് ഇതിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ. ഞാൻ എന്റെ ഈശോയിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ. ഈശോയുടെ അനന്ത നന്മയിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ ഞാൻ. അല്ലെ? ഈശോ ഇത്രയധികം നമ്മളെ സ്നേഹിച്ചിട്ട് ഞാൻ എങ്ങനെ ഈ കൊച്ചു ചിന്ത, എന്റെ പാപചിന്ത ഈശോയെ വേദനിപ്പിക്കുകയാണല്ലോ. ഇതുകൊണ്ട് ആത്മാവ് ഇങ്ങനെ വിങ്ങും. ആ സമയത്ത് ഫ്രാൻസിസ് ചെയ്തുകൊണ്ടിരുന്നതാണ് നേരെ പോവുക, ഈ റോസാത്തോട്ടത്തിൽ ചെല്ലുക, ഈ റോസാ ചെടികളുടെ ഉള്ളിൽ കിടന്ന് ഉരുളുക. അപ്പൊ ശരീരം മുഴുവൻ കീറി മുറിഞ്ഞ് ബ്ലഡ് ഒഴുകും. എന്നിട്ട് അപ്പോ ആ ഒരു അശുദ്ധ ചിന്തയിൽ നിന്ന് രക്ഷ നേടും. അപ്പൊ ഇതാണ് ഈ സർവശക്തിയോടും കൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് സർവശക്തിയോടും കൂടെ. അപ്പൊ അവിടെ ദൈവം അവശേഷിപ്പിച്ച അത്ഭുതം എന്ന് പറയുന്നത് ഈ റോസാ ചെടികളുടെ എല്ലാം മുള്ളുകൾ ഒടിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഉരുണ്ട് ഈ മുള്ളുകളെല്ലാം ഒടിഞ്ഞുപോയി. ആ റോസാ ചെടികൾ ഇന്നും അവിടെ ഉണ്ട് കേട്ടോ. ഒരു റോസ് ഗാർഡൻ, അവിടെ ഇന്നും ആ റോസാ ചെടികൾക്ക് മുള്ളുകളില്ല. അതിനകത്ത് അത്ഭുതം എന്ന് പറയുന്നത് അതല്ല, ആ മുള്ളുകളില്ലാത്ത റോസാ ചെടിയിൽ നിന്ന് ഒരു കഷ്ണം, ഒരു തണ്ടെടുത്ത് പുറത്തൊരു തോട്ടത്തിൽ കൊണ്ടുവച്ച് പിടിപ്പിച്ചാൽ അത് മുള്ളുകളോടെ വളരും. ഇനി പുറത്തെ തോട്ടത്തിലെ മുള്ളുള്ള ഒരു റോസാ ചെടിയുടെ കമ്പ് കൊണ്ടുവന്ന് ഈ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചാൽ ഈ തോട്ടത്തിൽ മാത്രം അത് മുള്ളില്ലാതെ വളരും. ഇന്നും അതൊരു അത്ഭുതമായിട്ട് ആ റോസാത്തോട്ടം അവിടെ ഉണ്ട്. അപ്പൊ നോക്കിക്കേ, അത് എന്തിനാ ഈശോ മിശിഹ ആ ഒരു റോസാത്തോട്ടത്തെ പോലും അത്ഭുതമായിട്ട് അവിടെ അവശേഷിപ്പിച്ചത്? അതിന്റെ കാരണം ഇതാണ്. നമ്മളതൊരു കണ്ടിട്ട് എന്താ അതിശയം, നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മാനുഷികമായിട്ട് തോന്നുന്നു എന്താ അതിശയം. അങ്ങനെ ഒരു അതിശയ ചിന്ത നമുക്ക്, ഈ അതിശയം അല്ല അവിടെ നമ്മൾ പഠിക്കേണ്ടത്. എന്തിനാ ദൈവം ഈശോ മിശിഹ ആ റോസാത്തോട്ടം അവിടെ അവശേഷിപ്പിച്ചത്? ഫ്രാൻസിസ് എന്ന് പറയുന്ന മനുഷ്യൻ സർവശക്തിയോടും കൂടെ ദൈവത്തെ അത്രയധികം സ്നേഹിച്ചു എന്നുള്ള ആ ദൈവസ്നേഹം വെളിപ്പെടുത്താൻ, ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഒരു അത്ഭുതമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രത്യുത വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി അത് ആ റോസാ ചെടി, ആ തോട്ടം ഇന്നും ദൈവം അവിടെ അവശേഷിപ്പിച്ചു. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അപ്പൊ ആത്മാവ് എങ്ങനെയായിരിക്കണം? അവിടുത്തെ അനന്തയിൽ സ്വയം സർവശക്തിയോടും കൂടെ പൂർണ്ണമായി ദൈവത്തിന് സ്വയം നൽകുന്നതിന് സ്നേഹത്തിൽ ബന്ധിക്കപ്പെടുകയും നന്ദിയാൽ ബാധ്യസ്ഥമാവുകയും ചെയ്യുന്നു. അവർ ദൈവത്തിൽ നിന്ന് ഇവിടെയോ നിത്യതയിലോ അല്ലെങ്കിൽ, അതായത് ഇവിടെയോ നിത്യത അഥവാ ഭൂമിയിലോ സ്വർഗത്തിലോ ഒന്നും പ്രതീക്ഷിക്കാതെ ഇപ്പൊ നമ്മൾ പാപം ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നരകത്തിൽ പോകും എന്നുള്ള പേടി കൊണ്ട് പാപം ചെയ്യും. അത് ഫ്രാൻസിസ് പുണ്യാളൻ തന്നെ പറയണേ, ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് നരകത്തെ കുറിച്ചുള്ള ഭയം കൊണ്ടല്ല, പിന്നെ എന്താ? ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം. നമ്മൾ പാപം ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് പാപം ചെയ്യാത്ത? ഫ്രാൻസിസ് എന്തുകൊണ്ട് പാപം ചെയ്തില്ല? ഒരു പാപചിന്ത വരുമ്പോഴേക്കും പോയി പെട്ടെന്ന് അതിന് പരിഹാരം ചെയ്തു. അത് ആത്മാവ് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ്.
അതല്ലാതെ നരകത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടല്ല. അത് നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഇവിടെ പറയാണ്, ഭൂമിയിലോ സ്വർഗത്തിലോ ഒന്നും പ്രതീക്ഷിക്കാതെ അനന്ത നന്മയും പരിശുദ്ധിയും പൂർണ്ണമായവനെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്നു. അതായത് എപ്പോഴും കൂടുതൽ സ്നേഹിക്കാനും അവിടുത്തെ സ്തുതിക്കാനും അവിടുന്ന് അനന്യമാവിധം സ്നേഹിക്കപ്പെടാൻ യോഗ്യനായതിനാൽ എല്ലാ സൃഷ്ടികളാലും അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും ആദരിക്കപ്പെടാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതായത് തന്റെ സൃഷ്ടികളാൽ അനന്യമാവിധം സ്നേഹിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ സൃഷ്ടികൾ അറിയപ്പെടാൻ നമ്മളിലൂടെ യേശു ക്രിസ്തു അറിയപ്പെടണം, നമ്മളിലൂടെ ഈശോ മിശിഹ അറിയപ്പെടണം. ഓക്കെ, ഇനി ബാക്കി ഭാഗം നമുക്ക് വായിക്കാം. സിസ്റ്ററെ ബാക്കി ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ കഴിയും. അടുത്ത ഭാഗം ഒരാൾ വായിച്ച്. ഒരു ബുദ്ധിക്കും പൂർണ്ണമായും ഗ്രഹിക്കാനാവാത്ത വിധം അതുല്യവും അനന്തവും നിത്യവും തീർത്തും സൗജന്യവുമായ സ്നേഹത്താൽ ദൈവം തന്നെ താങ്ങുകയും സഹായിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന ഓർക്കുമ്പോൾ തൻ്റെ രക്ഷയ്ക്കും പൂർണ്ണതയ്ക്കും ഉയർച്ചയ്ക്കുമായി സ്വയം വളരെ താഴ്ത്തി തൻ്റെ പ്രിയപ്പെട്ട ആത്മാവിൻ്റെ മാനസാന്തരത്തെ പ്രതീക്ഷയോടെ ദൈവം ഉറ്റുനോക്കിയിരിക്കുന്നു. അതിനാൽ അവിടുത്തേക്ക് യോജിച്ച ആത്മികവും ഭൗതികവുമായ ഓരോ ചെറിയ ചലനത്തെയും ഏറ്റവും കരുതലോടെ നോക്കുകയും അതിനായി ഈ ലോകത്തിലെയും സ്വർഗത്തിലെയും എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്നതും കാണുമ്പം അവളും ആത്മാവും അവനോട് ദൈവത്തോട് മാത്രം പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് അവിടുത്തെ മാത്രം പ്രീതിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് നിരസിക്കുന്നതും വെറുക്കുന്നതുമെല്ലാം ആത്മാവും വെറുക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു. തൻ്റെ സൃഷ്ടാവും സ്നേഹഭാചനവുമായ ദൈവത്തെ ആദരിക്കുക എന്ന ശുശ്രൂഷയിൽ പൂർണ്ണമായും മുഴുകിക്കൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളും സുഖങ്ങളും മറന്ന് അവിടത്തേക്ക് പ്രിയങ്കരമായതിനെയെല്ലാം പ്രിയപ്പെട്ടതായി കണ്ടുകൊണ്ട് അവയെ സ്നേഹിച്ചാശ്ലാഷിക്കുന്നു. ഓക്കെ, ആ സ്നേഹത്തിന്റെ ആഴമായ ബന്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ഇത്രയും ഉദാരതയോടെ അനന്യമായിട്ട് ഒരു വ്യവസ്ഥകളും ഇല്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ പൂർണ്ണ മനസ്സോടും നമ്മുടെ എല്ലാ ശക്തിയോടും കൂടെ അവിടുത്തെ സ്നേഹിക്കുക. അത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അവിടുത്തെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുകയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പൊ വീണ്ടും പറയുകയാണ്, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശക്തിക്കും, അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അവരുടെ ആ സ്നേഹത്തിന്റെ ആധിക്യത്തില്, അതായത് താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയുന്നു, അതിനു വേണ്ടി വില കൊടുക്കും. എന്ത് വിലയും കൊടുത്ത് വേണമെങ്കിൽ സ്വയം ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കാം എങ്കിൽ പോലും എൻ്റെ സ്നേഹിക്കപ്പെട്ടവന്, എൻ്റെ പ്രിയതമന് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്ന് അറിയുമ്പോഴേക്കും അതിനു വേണ്ടി സ്വയം നിഹനിച്ചുകൊണ്ട്, സ്വയം ഇല്ലാതായിക്കൊണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ആത്മാവിൻ്റെ മാനസാന്തരത്തെ പ്രതീക്ഷയോടെ ദൈവം ഉറ്റുനോക്കിയിരിക്കുന്നു. ആ ഒരു സ്നേഹത്തെക്കുറിച്ച് അറിയുമ്പോഴേക്കും അഗസ്തീനോസ് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചലനം പോലും, കാരണം നമുക്ക് മനുഷ്യരോടുള്ള സ്നേഹമാണെങ്കിൽ നമുക്കൊരു പൂ കൊടുത്തിട്ട് പറയാം എനിക്ക് ഇഷ്ടമാണ്, ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പറയാം, അല്ലെങ്കിൽ കൂടെ ഇരുന്നിട്ട് പോയി കണ്ടിട്ടൊക്കെ പറയാം. പക്ഷെ ദൈവത്തോടുള്ള സ്നേഹത്തെ സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ചലനം, അതായത് ഒന്നുമില്ലെങ്കിലും നമ്മൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് എഴുന്നേറ്റ് നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്ന ഈശോയെ നന്ദി, ഞാനിപ്പോഴും ഒരു നല്ലൊരു ഉറക്കം കിട്ടിയല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈശോയെ നന്ദി. അതായത് ആദ്യം ചിന്തിക്കുന്നത് ആരെയാണ്? ആ ഒരു സ്നേഹത്തിന്റെ കാഠിന്യം, ആ ഒരു സെക്കൻഡിലുള്ള നമ്മുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ ചെറിയ ചലനം പോലും നമ്മുടെ ദൈവത്തെ വളരെ അധികം
ആനന്ദിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ ലോകത്തിലെയും സ്വർഗത്തിലെയും എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്നതും കാണുമ്പോൾ ആത്മാവ് ആത്മാവ് ഇതെല്ലാം മാറ്റി ദൈവത്തോട് മാത്രം പ്രതിബദ്ധത പുലർത്താൻ വേണ്ടി ഉള്ള ഒരു ആഗ്രഹം കാണുമ്പോൾ ദൈവം ആ സ്നേഹത്തോട്, ആ സ്നേഹഭാജനത്തോട് ദൈവവും അതിനെ ആദരിക്കുകയാണ്. അതായത് പൂർണ്ണമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും നമുക്ക് എങ്ങനെ ദൈവത്തെ ഇങ്ങനെ ഒരുപാട് സ്നേഹിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചലനങ്ങളാണ്. സ്നേഹത്തിന്റെ വലിയ ചുവടുവയ്പ്പുകൾ, നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചലനങ്ങൾ, അല്ലാണ്ട് പള്ളി പോകുമ്പോഴേക്കും ഭയങ്കര ഭക്തിയോടുകൂടെ സ്നേഹിക്കും, പ്രാർത്ഥിക്കും, ഈശോയെ നന്ദി അല്ലെങ്കിൽ സ്തുതിപ്പ് കാരണങ്ങൾ എല്ലാം ഉണ്ടാവും. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ വിട്ട് പിന്നെ നമ്മൾ ലോക കാര്യങ്ങളിൽ മുഴുവൻ മുഴുകി നമ്മുടെ ആത്മാവിന്റെ അതിന്റെ ഒരു ചിറകടിയും കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ നമ്മളുടെ സ്നേഹം അതൊരു വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലവ് ആണെന്ന് പറയേണ്ടി വരും. അതേസമയം അതായത് നമ്മുടെ ഉള്ളിലുള്ള ഫോർ എക്സാമ്പിൾ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന എക്സാമ്പിൾ ആയിരിക്കും അമ്മമാർക്ക് രോഗിയായ ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം. അതായത് അമ്മ എന്ത് ചെയ്താലും, അമ്മ ഉറങ്ങാൻ കിടന്നാലും എത്ര ഗാഢമായ ഉറക്കമാണെങ്കിലും കൊച്ചിന്റെ ഒരു ശ്വാസം ഒന്ന് വലിച്ച് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അമ്മ എഴുന്നേറ്റ് നോക്കും കുഞ്ഞിന് എന്ത് പറ്റിയെന്ന്. അതായത് അമ്മയ്ക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അമ്മയുടെ സത്തയോട് ചേർന്നിരിക്കുന്ന സ്നേഹമാണ്. അതായത് അതുപോലത്തെ അതാണ് ശരിക്കുള്ള സ്നേഹം എന്ന് പറയുമ്പോഴേക്കും പറയുന്നത്. അതായത് അമ്മ ഓർക്കുന്നുണ്ട്, കൊച്ചു നാളെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അത് തരും ഇത് തരും, ചിലർ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അമ്മമാര് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് അവരെന്തെങ്കിലും തരും എന്ന് പറഞ്ഞുകൊണ്ടല്ല മിക്കവാറും. അതൊക്കെ നമ്മൾ ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ ഈ ഒരു സ്നേഹത്തിലേക്ക് വരാനായിട്ടാണ് ദൈവം നമ്മളെ, അതായത് സ്നേഹം എന്താണെന്ന് തിരിച്ചറിയണം. നമ്മൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ പഠിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിലാണ് പ്രധാനം. ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പല സ്നേഹത്തിന്റെ പര്യായങ്ങളും സ്നേഹമല്ല ശരിക്കും, അതൊരു ബിസിനസ്സാണ്. സ്നേഹം എന്താണെന്ന് ദൈവത്തിന്റെ അടുത്ത് പോയിരുന്നത് തന്നെ ചോദിക്കണം. ദൈവം നമുക്ക് പറഞ്ഞു തരും എന്താണ് സ്നേഹം എന്ന്. ദൈവം നമുക്ക് കാണിച്ചു തരും. കാരണം നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടും എവിടെയൊക്കെ പോയി ഒളിച്ചു പോയിട്ടും എല്ലാം കർത്താവ് നമ്മളെ തെരഞ്ഞു വരുന്നില്ലേ, നമ്മുടെ പുറകെ നടക്കുന്നില്ലേ? എന്തെങ്കിലും കണ്ടിട്ടാണ്, എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്? ഒന്നുമല്ല. ദൈവത്തിന്റെ സ്നേഹം അത് സൂര്യന്റെ പ്രകാശം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അത് സൂര്യൻ പ്രകാശം തന്നുകൊണ്ടിരിക്കും. കാരണം സൂര്യന്റെ ജോലിയാണ് അത്, സൂര്യന്റെ സത്ത അതാണ്. ആ സത്ത തന്നെ ദൈവത്തിന്റെ സത്തയാണ് സ്നേഹം. ആ സ്നേഹത്തിലേക്ക് നമ്മൾ ആ സ്നേഹത്തെ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മളും അതുപോലെയാകും. നമ്മളും ഒന്നിനും വേണ്ടിയല്ല സ്നേഹിക്കുന്നത്. അതായത് എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി, എൻ്റെ ശമ്പളത്തിൽ വർധന കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ മകളുടെ കല്യാണം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ ആ കാര്യം, അതിനൊന്നുമല്ല നമ്മൾ സ്നേഹിക്കുന്നത്. എൻ്റെ ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ ഞാനും സ്നേഹിക്കുന്നു. എല്ലാവരും ഞാൻ സ്നേഹിക്കുന്ന ഈശോ എല്ലാവരാലും സ്നേഹിക്കപ്പെടണം, എല്ലാവരാലും ആദരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുക. ഇതാണ് സ്വന്തം ഇഷ്ടങ്ങളും സുഖങ്ങളും മറന്ന് അവിടത്തേക്ക് പ്രിയങ്കരമായതിനെ എല്ലാം പ്രിയപ്പെട്ടതായി കണ്ടുകൊണ്ട് അവയെ സ്നേഹിച്ച് ആശ്ലേഷിക്കുക. ആ ഒരു സ്നേഹത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അതായത് എൻ്റെ സ്നേഹഭാജനം സ്നേഹിക്കപ്പെടണം, ഞാൻ സ്നേഹിക്കണം, അതുപോലെ എല്ലാവരും അവനെ സ്നേഹിക്കണം, എല്ലാവരും ആ ദൈവത്തെ സ്നേഹിക്കണം. അത് മാത്രമായിരിക്കണം നമ്മുടെ സ്നേഹത്തിന്റെ ലക്ഷ്യം. അടുത്ത പാരഗ്രാഫ് വായിച്ചോളൂ. കൃപയിൽ ഇത്ര വലിയ നന്മയെ ഇത്രയ്ക്ക് വിശ്വസ്തനായ സ്നേഹിതനെ ഒരു നിമിഷത്തേക്ക് പോലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കുവാനോ മറന്നു കളയുവാനോ എങ്ങനെ സാധിക്കും? കർത്താവ് എപ്പോഴും നമ്മെ കാത്തിരിക്കുകയും നമ്മെ കേൾക്കുവാൻ തയ്യാറായിരിക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും സൃഷ്ടിയോടുള്ള സ്നേഹം നമ്മെ തടഞ്ഞു നിർത്താൻ നമ്മെ തന്നെ അനുവദിക്കാമോ? അതായത് ദൈവത്തിന്റെ സ്നേഹം, ആ ഉദാരതയും ആ സ്നേഹവും തിരിച്ചറിയുമ്പോഴേക്കും നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്.
പകാനച്ചൻ ചോദിക്കുക, എങ്ങനെ നമുക്ക് ആ അത്രയും വലിയ സ്നേഹത്തെ വിട്ട് ഏതെങ്കിലും ഈ ചെറിയ ചെറിയ സ്നേഹങ്ങളെ, ഈ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള മിഥ്യയായ സ്നേഹങ്ങളുടെ പുറകെ പോകാൻ പറ്റും? ഈ സ്നേഹത്തെ എങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും? അത് അച്ഛൻ പറയാണ്, ഇതൊരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ആ ദൈവത്തോടുള്ള ആ സ്നേഹത്തിന്റെ കുത്തൊഴുക്ക് നമുക്ക് വേറെ വഴിക്ക് തിരിച്ചു വിടാൻ പറ്റുമോ? അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഏതെങ്കിലും സൃഷ്ടികളോടുള്ള സ്നേഹം, സമ്പത്തിനോടുള്ള സ്നേഹം, വ്യക്തികളോടുള്ള സ്നേഹം, അതായത് ഇതെല്ലാം വേണ്ടെന്നല്ല പറയുന്നത്. സ്നേഹം ദൈവത്തോടുള്ള സ്നേഹം, ആ സ്നേഹമാണ് തിരിച്ച് ദൈവം സ്നേഹിക്കുന്ന എല്ലാറ്റിനെയും സ്നേഹിക്കാനുള്ള ആ ഒരു ഉദാരതയിലേക്ക് വരുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു സഹോദരിയെ സ്നേഹിക്കുന്നത്, എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നത്, എൻ്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്നത് അവര് എൻ്റെ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത്. അല്ലാതെ അവരുടെ മുഖത്തിന്റെ ഷേപ്പ് കണ്ടിട്ടോ, അവരുടെ ജോലി കണ്ടിട്ടോ, അവരുടെ സ്റ്റാൻഡേർഡ് കണ്ടിട്ടോ ഒന്നുമല്ല. അവരെന്റെ സഹോദരങ്ങൾ, എൻ്റെ ദൈവത്തിൽ അവര് എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള ബോധ്യത്തിലാണ് ആ സ്നേഹം. അപ്പൊ നമ്മുടെ സ്നേഹം ഒരിക്കലും ദൈവത്തിൽ നിന്ന് മാറ്റി നമുക്ക് സ്നേഹത്തെ കാണാൻ പറ്റില്ല. കാരണം സ്നേഹം ദൈവമാണ്. ദൈവത്തിൽ നിന്നാണ് സ്നേഹം വരുന്നത്. അതിന്റെ ഒരു ചെറിയൊരു ക്ലാരിറ്റി, അതായത് ഏതായി ഒറിജിനൽ സ്നേഹവും ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹം അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചിന്തിക്കണം കേട്ടോ. ഇത് ഒറിജിനൽ സ്നേഹം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹം, അങ്ങനെ ഒരു സാധനം ഇല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരു പെൻസിലാണ്. ഈ പെൻസില് ഇതുപോലെ ഇതേ ഷേപ്പിലുള്ള വേറൊരു സാധനം ഉണ്ടാവും, പക്ഷെ അത് പെൻസിലാകണമെന്നില്ല. പെൻസിലാകണമെങ്കിൽ ഇതിന്റെ അകത്ത് എഴുതാനുള്ള ഒരു എന്താ പറയാ, ഒരു ലെറ്റ് ഈ സാധനം വേണം. ഇതുണ്ടെങ്കിൽ എനിക്ക് ഇത് പെൻസിലാവുള്ളൂ. ഇതുപോലത്തെ ഒരു ഡമ്മി കൊണ്ടത് കാണിച്ചിട്ട് ഇത് പെൻസിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും പെൻസിലാകില്ല. അത് പെൻസില് പോലെ തോന്നിക്കുന്ന ഒരു ഡമ്മി മാത്രമാണ്. എന്നതുപോലെ സ്നേഹം എന്നതിനെ നമ്മളൊന്ന് എന്താ സ്നേഹം? പ്രണയം സ്നേഹമാണോ? ഒരു ചോദ്യമാണ് കേട്ടോ, നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്. പ്രണയം സ്നേഹമാണോ? ഒരിക്കലുമല്ല. പ്രണയ സ്നേഹമാണ്. അതൊരു വികാരമാണ്. എന്ത് പറഞ്ഞ കാമം, ശരീരത്തോട് തോന്നുന്ന ഒരു ആസക്തിയെ വിളിക്കുന്ന പേരാണ് ഈ പ്രണയം. അത് അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൃത്യ സ്നേഹത്തെ എന്നൊരു ഡെഫിനിഷൻ തരുന്നത്. സ്നേഹം സർവോത്കൃഷ്ടം. എന്താ സ്നേഹത്തിന്റെ പ്രത്യേകത? സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, ഉചിതമല്ലാത്ത ഒന്നും ചെയ്യുന്നില്ല, അല്ലെ? അനുചിതമായി പെരുമാറുന്നില്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, അല്ലെ? സർവ്വതും സഹിക്കുന്നു, സർവ്വതും വിശ്വസിക്കുന്നു, സർവത്തെ അതിജീവിക്കുന്നു. സ്നേഹം സർവോത്കൃഷ്ടം. അപ്പൊ എന്താ സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ നമുക്ക് സഹജീവിയെ സ്നേഹിക്കണം എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കണം. അപ്പൊ നമുക്ക് സഹജീവിയെ സ്നേഹിക്കണമെങ്കിൽ യഥാർത്ഥ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം. നമ്മുടെ ഉള്ളിൽ സ്നേഹം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സഹജീവികളെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഭിക്ഷക്കാരെ തോളോട് ചേർക്കാൻ പറ്റില്ല. അടുത്തിരിക്കുന്ന പുഴുത്തു നാറിയ മനുഷ്യന്റെ അടുത്തുനിന്ന് അകന്നു പോകും നമ്മൾ. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല. സ്നേഹം എന്ന് പറയുന്ന ആദ്യം ദൈവത്തെ അറിയലാണ് സ്നേഹം. അപ്പൊ ആദ്യം നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കാതെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. റോങ് ആണ്. അത് സ്നേഹമല്ല. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ സ്നേഹമൊക്കെ ചെയ്യുന്നത്. നമുക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന്, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന വികാരമാണ് എന്താ? സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എന്താണ്? മുറിവ് ഉണക്കുന്ന വികാരമാണ് സ്നേഹം. എന്താ? എഴുതി വെച്ച വേണമെങ്കിൽ കേട്ടോ. മുറിവ് ഉണക്കുന്ന വികാരമാണ് സ്നേഹം. മുറിവ് ഉണക്കുന്ന വികാരം. സ്നേഹം എന്താ?
മനസ്സിൽ കയറിക്കോട്ടെ, തലയിൽ കയറിക്കോട്ടെ, ബ്രെയിനിൽ പതിയട്ടെ. മുറിവ് ഉണ്ടാക്കുന്നത് ഒരിക്കലും സ്നേഹമല്ല, മുറിവ് ഉണക്കുന്ന വികാരമാണ് സ്നേഹം. അത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. കാരണം നമ്മുടെ മുറിവ് ദൈവം എങ്ങനെയാ ഉണക്കിയത്? സ്നേഹം കൊണ്ട്. അവന്റെ ശരീരം മുറിവേറ്റുകൊണ്ട്. അപ്പൊ ഞാൻ മുറിഞ്ഞുകൊണ്ടും എന്റെ സഹോദരനെ ചേർത്ത് പിടിക്കലാണ് സ്നേഹം. അതെങ്ങനെയാ ഉണ്ടാവണേ? അത് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് ക്രിസ്തുവിനെ അറിയാതെ നമുക്ക് ഒരിക്കലും ഞാൻ മുറിഞ്ഞുകൊണ്ട് എന്റെ സഹോദരനെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ സേഫ്റ്റി ഞാൻ നോക്കും. എന്റെ സേഫ്റ്റി നോക്കിയിട്ട് മറ്റുള്ളവന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യും. അങ്ങനെ കുറെ ചാരിറ്റി വർക്കേഴ്സിനെയൊക്കെ നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ, മദർ തെരേസയുടെ, അല്ലെങ്കിൽ ഫാദർ ഡാമിയന്റെ, അങ്ങനെയുള്ള ക്രിസ്തുവിനെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞ ശുശ്രൂഷകരുടെ പ്രത്യേകത എന്താ? ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ ജീവിച്ച് കുഷ്ഠരോഗിയായി മരിച്ചു, അല്ലെ? മദർ തെരേസ ഈ പാവപ്പെട്ട തന്റെ പ്രൊട്ടക്ഷൻ നോക്കാതെ പാവപ്പെട്ടവന്റെ കൂടെ ജീവിച്ചു. ഈ എംബോള പോലുള്ള മാരക വ്യാധികൾ വന്നപ്പോ ഈ കമിലിയൻ ഫാദേഴ്സ് അവരുടെ ഇടയിൽ പോയി, സ്വയം നോക്കാതെ അവരുടെ ഇടയിൽ പോയി. എനിക്ക് രോഗം വന്നോട്ടെ, അത് നോക്കുന്നില്ല. ഇതെല്ലാം അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അപ്പൊ യഥാർത്ഥ സ്നേഹം ക്രിസ്തുവിനെ അറിയലാണ്. ക്രിസ്തുവിനെ അറിയുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് സഹോദരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി വായിച്ചു. അവസാന പാരഗ്രാഫ് പെട്ടെന്ന് വായിച്ചു. അവിടത്തെ ചേർന്നിരിക്കാനും അവിടത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുവാനും അവിടത്തോട് ചേർന്ന് യുക്തി വിചാരം നടത്തുവാനും സ്വന്തം ബലഹീനതകളെ വിവരിച്ച് കേൾപ്പിക്കാനും ഹൃദയം അവിടത്തേക്ക് സമർപ്പിക്കുവാനും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മാധുര്യം ആസ്വദിക്കുകയുമല്ലാതെ അവിടത്തെ പ്രീതിപ്പെടുത്താൻ മറ്റൊന്നില്ല. സങ്കീർത്തനം 37, മത്തായി 11. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ അതെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം എല്ലാം കൂടെ ഒന്നിച്ചു വെക്കുവാണ്. എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുക? അവിടത്തോട് ചേർന്നിരിക്കണം. ചേർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സുഹൃത്തിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു മനോഭാവം, ആ ഒരു പ്രസൻസ് നമുക്ക് തോന്നണം. എൻ്റെ ഈശോ എൻ്റെ അടുത്തുണ്ട്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈശോ ഉണ്ട്. ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ അടുത്തുണ്ട്. ഞാൻ വീട്ടിലെ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഈശോ ഉണ്ട് കൂടെ. അവിടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ, ഈ അവിടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ എന്ന് നമ്മൾ പറയുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവം 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 എന്ന് പറയുന്നതല്ല. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും. ഞാനും ദൈവവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാർത്ഥമായ ഒരു സ്നേഹമാണ്. അത് ചുമ്മാ കണ്ണുപൊട്ടൻ്റെ. യാക്കോബ് സ്ലീഹ പറഞ്ഞില്ലേ, യോഹന്നാൻ സ്ലീഹയും കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യനെ കാണുന്ന മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നേരെ തിരിച്ചാണ്. അതായത് ദൈവത്തിൽ നിന്നുള്ള സ്നേഹം ഇല്ലെങ്കിൽ എങ്ങനെ നിനക്ക് നിന്റെ അടുത്തുള്ള നിന്റെ സഹോദരൻ, നിന്നിൽ നിന്ന് വ്യത്യസ്തനായ ഒരു സഹോദരനെ എങ്ങനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും? അത് ദൈവത്തിൽ നിന്റെ സഹോദരനാണെന്ന് അറിയാവുന്നത് കൊണ്ട്. അപ്പം അവിടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന് പറയുമ്പോഴേക്കും എൻ്റെ സഹോദരൻ വേദനിച്ച്, അല്ലെങ്കിൽ എൻ്റെ സഹോദരന് ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് എൻ്റെ ദൈവത്തിൻ്റെ തന്നെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ തന്നെ ഒരു സഹനമാണ് എന്ന് കണ്ടുകൊണ്ട് അവിടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവിടത്തോട് ചേർന്നിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളോട് കൂടെയാണ് ചേർന്നിരിക്കുന്നത്. അവിടത്തോട് ചേർന്ന് യുക്തി വിചാരം നടത്തുക. അതായത് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും മനുഷികമായിട്ട് ലോകത്തിൽ എങ്ങനെയാണ് ചിന്തിക്കണമെന്നല്ല, നമ്മുടെ യുക്തി നീ ദൈവത്തെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് നിന്റെ കുരിശെടുത്ത് മുന്നോട്ട് ഈശോയുടെ പിറകെ വരിക. സ്വയം ഇല്ലാതാകുന്നവനാണ് ദൈവത്തിൽ വിജയം നേടുന്നത്. അല്ലാതെ സ്വയം പുകഴ്ത്തി വയ്ക്കുന്ന, നമ്മുടെ സ്വാർത്ഥതയിൽ ഉയരുന്നവനല്ല ദൈവത്തിൽ നമ്മെ തന്നെ കണ്ടെത്തുന്നത്. ഇത്തരം യുക്തിയിലാണ് നമ്മൾ യുക്തി വിചാരം നടത്തേണ്ടത്. അല്ലാണ്ട് ലോകത്തിന്റെ, അതായത് സമ്പത്തും സ്ഥാനമാനങ്ങളും ഉള്ള ആൾക്കാർ ഫസ്റ്റ് അല്ല. ഈശോ പറയുന്നത്, പൗലോസ്ലിഹ പറയുന്നില്ലേ, മാനുഷിക രീതിയിൽ നിങ്ങളിൽ ഒരുപാട് പേര് എന്താണ് എലഗന്റ്, വളരെ ഉയർന്ന ആൾക്കാരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈശോയിൽ നമ്മൾ എല്ലാവരും ഉയർന്നവരാണ്. അപ്പൊ ആ ഈശോയോട് ചേർന്നുള്ള യുക്തി വിചാരം നടത്തണം. സുവിശേഷത്തിനനുസരിച്ചുള്ള യുക്തി വിചാരം നടത്തണം. സ്വന്തം ബലഹീനതകളെ വിവരിച്ച് കേൾക്കണം. പൗലോസ്ലിഹ പറഞ്ഞു, ഞാൻ എൻ്റെ ബലഹീനതകളെ കുറിച്ച് സന്തോഷിക്കും, കാരണം എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. അപ്പൊ ആ എൻ്റെ ഇല്ലായ്മയിൽ വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് ദൈവത്തിന്റെ കൃപ മതി.
അപ്പൊ ഞാൻ ബലഹീനനാണെങ്കിലല്ലേ എന്നിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാകുള്ളൂ. അപ്പൊ എൻ്റെ ബലഹീനതകൾ വിവരിച്ച് കേൾപ്പിക്കാനും ഹൃദയം അവിടത്തേക്ക് സമർപ്പിക്കാനും. ഹൃദയം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഹൃദയ അവയവമല്ല, നമ്മുടെ ആ വികാരത്തിന്റെ ഉറവിടമാണ്. ഹൃദയം ദൈവത്തിലേക്ക് സമർപ്പിക്കാനും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മാധുര്യം ആസ്വദിക്കുകയും അല്ലാതെ അവിടുത്തെ പ്രീതിപ്പെടുത്താൻ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. അതായത് നമ്മൾ എന്തായിരിക്കുന്നു അവിടെ നമ്മൾ ഈശോയെ ചേർത്ത് പിടിക്കുക. കാരണം ദൈവത്തിന്റെ മുഖം നമ്മൾ ഈശോയിൽ കാണുന്നുണ്ട്. ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നത് ഈശോയാണ്. ആ ഈശോയിൽ ചേർത്ത് പിടിക്കുമ്പോഴേക്കും നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുക അല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മള് അടുത്ത ആഴ്ച വ്യാഴാഴ്ച വരെ സമയം തരുന്നു. വ്യാഴാഴ്ചയ്ക്കുള്ളിൽ എല്ലാവരും നിങ്ങളുടെ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ കുറെ പേര് ഇടാത്തവരെ ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ഇനി ഇടണം. ഇനി ആരും ഇടാതിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ 2-3 ആഴ്ച ക്ഷമിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് വിചാരിച്ചാണ്. ഇനി നമ്മൾ സ്ട്രിക്റ്റ് ആവുകയാണ്. സ്ട്രിക്റ്റ് ആയാലേ കാര്യമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. സ്ട്രിക്റ്റ് ആവുകയാണ്. കാരണം നമ്മൾ വില കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സ്വർണം മേടിക്കാൻ വേണ്ടി തീപ്പെട്ടി മേടിക്കുന്ന കാശ് കൊടുത്താൽ പോരാ. അത് സ്വർണത്തിന്റെ വില കൊടുക്കണം. അപ്പൊ നമ്മൾ വില വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനൊരു വിലയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പോകുക. എല്ലാവരും അതുകൊണ്ട് കർശനമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളെല്ലാവരും ഇപ്പൊ ഇന്ന് മൊത്തം ഞാനും സിസ്റ്ററും ഉൾപ്പെടെ 25 പേരാണുള്ളത്. അപ്പൊ അതായത് ബാക്കി നമുക്ക് ഏതാണ്ട് 10-20 പേരുടെ കുറവ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ആരൊക്കെയാണ് വരാത്തത്, ഇന്ന് ഉണ്ടാവാത്തത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അടുത്ത ദിവസങ്ങളിൽ കയറാത്തവരെ നമ്മൾ റിമൂവ് ചെയ്യും. നമുക്ക് ഇപ്പൊ ഈ 25 പേര് ഞങ്ങൾ ഏകദേശം എല്ലാ ദിവസവും ഒക്കെ കാണുന്നവരാണ്. നമുക്ക് 25 പേര് മതി. നമുക്ക് ഇത്തരം മതി. കാരണം ഇതൊരു ചെറിയ ഗ്രൂപ്പാണ്. ഇത് മതി. നമുക്ക് എണ്ണത്തിൽ 45ന്റെ ആവശ്യമില്ല. ഉള്ളവര് ഫുൾ ടൈം നമ്മുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അതൊരു ഫുൾ ടൈം അല്ലേ, നമ്മൾ ഒരു ആഴ്ചയിൽ 1 മണിക്കൂർ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും വോയിസ് ഇടണം. ഇന്ന് നമ്മൾ 25 പേരുണ്ട്. അതിനകത്ത് 2 ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 23 പേരുടെയും വോയിസ് ഈ വ്യാഴാഴ്ചക്കുള്ളിൽ ഗ്രൂപ്പിൽ കാണണം. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം കൂടെ, മറ്റേ ഗ്രൂപ്പില് രണ്ടാമത് വേറൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അഡ്മിൻസ് ഉള്ളിയാണ്. നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് അയക്കാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് വരുന്ന മെസ്സേജുകൾ നിങ്ങൾ നിർബന്ധമായിട്ട്, അതിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ആണെങ്കിൽ അത് ഫുള്ളായിട്ട് കേൾക്കുക, അത് വായിക്കുക, ഒരു റൈറ്റപ്പ് ആണെങ്കിൽ മുഴുവൻ വായിക്കുക, എന്നിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം പിന്നെ വേറെ എന്താണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് വേണം ചോദിക്കാൻ, അല്ലെങ്കിൽ കേൾക്കില്ല. ഇനി ആരാദ്യം പറയുമെന്ന് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ആര് വേണമെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ പെട്ടെന്ന് പറഞ്ഞു. ജോപ്പോളേട്ടാ, ഇതല്ല നമ്മളെ മീറ്റിംഗിലെ അറ്റൻഡൻസ് 2 പേരുടെ പേര് മനസ്സിലായില്ല. ഒന്ന് ഐഫോൺ ഒന്ന് സാംസങ് എന്നോ. അപ്പൊ അങ്ങനെ അറ്റൻഡൻസ് ഇടാൻ പറ്റില്ലല്ലോ. അത് ആരാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2 പേർക്ക് മെസ്സേജ് അയച്ചിരുന്നു. അറ്റൻഡൻസ് ഇടാൻ ഐഫോണിൽ നിന്ന് അതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോ? അതുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക കേട്ടോ. അതാരാണ് ഒന്ന് പറയാം. ഐഫോൺ 2 ഐഫോൺ 2 പിന്നെ ഒരു സാംസങ് 42 അങ്ങ് F എന്ന്. അവർ ആക്ച്വലി നെയിം കൊടുത്തില്ല സൂം മീറ്റിംഗിൽ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് ഫോണിന്റെ പേര് തന്നെയാ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അത് ആരാന്ന് ഒന്ന് അതുലിന് മെസ്സേജ് ഇടുക കേട്ടോ. ഐഫോൺ 2 എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, പിന്നെ സാംസങ് ഉണ്ട്. ഇത് രണ്ടും ആരാണെന്ന് നിങ്ങൾ തന്നെ പറയുക. അതുലിനെ അറിയിച്ചാൽ മതി. പിന്നെ ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ സമയമായി. ആരോ 2 പേര് എക്സിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഫൈനൽ ബ്ലെസ്സിങ് സ്വീകരിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അച്ഛന്മാര് ആരെങ്കിലും ബിജനച്ഛൻ ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലെസ്സിങ് തരാവോ അച്ഛാ? ബിജനച്ഛൻ ഇത്ര നേരം ഉണ്ടായിരുന്നു. അച്ഛാ അൺമ്യൂട്ട് ചെയ്തിട്ട്. സ്നേഹപിതാവായ ദൈവമേ,
പഗാനി അച്ഛനിലൂടെ ദൈവം സ്നേഹം എന്താണെന്നും അവിടുന്ന് ഉദാരമായി ഞങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈ തപസ്സകാലത്തിൽ പരസ്നേഹത്തിൽ വളരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു അച്ഛാ. അച്ഛാ താങ്ക് യു. എല്ലാവർക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മൾ അടുത്ത